നീ അറിഞ്ഞോ മേലെ മാനത്ത് സാറേ സാറേ ഈ ബാറിൽ പാടാൻ പറ്റൂല. ഓക്കെ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സാറേ സാറേ നിങ്ങളോടല്ലേ പറഞ്ഞു ഈ ബാറിൽ പാടാൻ പറ്റൂലെന്ന്. പാടരുന്നാ പറഞ്ഞ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞാ പോരെ. സാറേ ആ ടേബിളിൽ ഇരിക്കുന്ന ടീം ഫുൾ അലമ്പാ. ഹലോ, ബില്ല് പേ ചെയ്തിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഈ സ്ഥലം ലേശം പെശക. സോദര, എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ സ്ഥലം പെശകാണെന്ന്. അല്ലേശാ, ഈ പെശകല്ലാത്തൊരു സ്ഥലം ഈ ദുനിയാവിലില്ലേ? എന്താണ് മോനെ, നമ്മളൊരു പാട്ടല്ലേ പാടിയുള്ളൂ, അല്ലാണ്ട് തുണി കഴിച്ചിട്ട് ക്യാമറ ഒന്നും നടത്തിയില്ലല്ല. അനക്കറിയാം ഗാനം എന്ന് പറഞ്ഞ സാധനം എന്താന്ന്? അത് ശരീരത്തിന് മാത്രല്ല മനസ്സിനും നല്ലതെന്നാ ഉമ്പായിക്കാ പറഞ്ഞ. വിട് വിട് വിട്, മേത്തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അയാളൊരു പാട്ടല്ലേ പാടിയുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് കൂട്ടാ. ഇപ്പഴാ അയാൾക്ക് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ പാട്ട് ഡിസ്റ്റർബൻസ് തന്നെയാ. ശരി, സമ്മതിച്ച്. ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് ആർക്കും കുഴപ്പമില്ല, ഞാൻ പാടട്ടെ. പാട്ട് കണ്ടവരൊക്കെ കൈവക്ക്. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യണേ. കൈവക്ക്. ഇങ്ങനെ കൊണ്ട് വലിയ ശല്യമായാലോ. ഇവിടെ ഇതുവരെ ചത്തില്ലേ? കൈവക്ക്. എന്റെ ഓട്ടോയുടെ കൈവക്ക്. പാട്ട് വേണ്ടവരൊക്കെ കൈവക്ക്. കൈവക്ക്. പാട്ട് കേൾക്കേണ്ടവരൊക്കെ കൈവക്ക്. നിങ്ങളെന്താ കൈവക്കാത്ത? കൈവക്ക്. പാട്ട് കേൾപ്പിക്കാനാ? കൈവക്ക്. ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഓ, തമാശക്കാരാ. കൈവക്ക്. എന്താടോ നീ കൈവക്ക്. പാടാനും പാടില്ല, പൊരിഞ്ഞ ബില്ലും. മടങ്ങാടിയിൽ ഇതിന്റെ പകുതി പൈസക്ക് കള്ളും കിട്ടും, എമ്പാട് പാടാനും പറ്റും. എന്നാ ഇയാൾ അവിടെ പോയി പാടിക്കോ. പാട്ട് പുറത്തേക്ക് വരി. നീ വാ.